ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ചെയ്തിട്ട് ടൈമായി. പക്ഷേ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുതിയ അഡ്മിനൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ റീപ്ലൈ എല്ലാം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് ഫോളോ ചെയ്യുക. അതിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് 1,21,000 USD പോയിട്ട് ഏകദേശം ചില എക്സ്ചേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ 1,22,000 USD പോയിട്ടുണ്ട്. അതിനുശേഷം 1,18,000 USD ആണ് നിൽക്കുന്നത്. പലർക്കും ഒരു സംശയമാണ്, ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകുമോ അതോ ഡൗൺ എന്ന രീതിയിലോട്ട് വരുമോ എന്ന് പലർക്കും ഒരു സംശയമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മുമ്പോട്ട് കണ്ടുവരുന്നവരാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഹൈ ട്രെൻഡിൽ തന്നെയാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ക്രിപ്റ്റോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ്, ഇപ്പോൾ ഹാക്കിങ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രമായിട്ട് വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. അല്ലാതെ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ ട്രെൻഡിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈ എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും BTCയുടെ പ്രൈസ് പുതിയ ഹൈയിൽ പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഞാൻ പല പ്രോജക്റ്റും പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നോക്കാം. ആദ്യം എതീരിയത്തിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ, ഉറപ്പായിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2000 USD നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എതീരിയം വേണമെങ്കിലും ബൈ ചെയ്യാം. ഇനി അടുത്ത 1500 വരികയാണെങ്കിൽ ഒരു എതീരിയം ബൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം. അതുപോലെ തന്നെ 1000 USD വരികയാണെങ്കിൽ എതീരിയം ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രീമിയം നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ബൈ ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് എതീരിയം ആണെന്നും പറയുന്നുണ്ട്. എതീരിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പ്രൈസിൽ നിന്നും 1500 നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 3869 വരെ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് ഹൈയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അതായത് നല്ല രീതി ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റിയൊരു അവസരമായിരുന്നു എതീരിയത്തിൻ്റെ അകത്ത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വീണ്ടും ഹോൾഡ് ചെയ്യുക. എതീരിയത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യുക. അടുത്ത് സൊളാന 9 USD പറഞ്ഞതാണ്. 9 USDക്ക് ശേഷം സൊളാന ഏകദേശം 294 USD പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഡൗൺ വന്ന ടൈം ഒരു 100 USD സൊളാന വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും ഒരു സൊളാന വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 200 USDക്ക് മുകളിൽ പോയിട്ടുണ്ട്. അതായത് 100% മുകളിൽ വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. സൊളാന ഇതേ ഒരു കണ്ടീഷനിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എതീരിയയും സൊളാനയും തമ്മിലായിരിക്കും. അതുകൊണ്ട് എതീരിയത്തിന് ശേഷം ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് സൊളാനയാണ്. സൊളാനയ്ക്ക് അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അവരുടെ പ്ലാറ്റ്ഫോമിൽ പല പ്രോജക്റ്റ് ഇനി വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്ട്രാ ആയിട്ട് ഞാൻ വീഡിയോ പിന്നെ ചെയ്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് സൊളാന താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ലൈറ്റ് കോയിൻ ഏകദേശം ഒരു 70 USD ഒക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പകുതി ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഏകദേശം നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസും പമ്പായിട്ടുണ്ട്. 122 USD വരെ പോയിട്ടുണ്ട്. അടുത്ത XRP ഒക്കെ 5 USD വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പലരും സംശയം കേട്ടിട്ടുണ്ടായിരുന്നു, അത്രയും പോകാൻ സാധ്യത ഉണ്ടോയെന്ന്. 0.40 USD ഒക്കെ XRP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം മാക്സിമം 3.64 വരെ നമ്മുടെ XRPയുടെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും ആദ്യം ഹൈ എന്ന രീതിയിലോട്ട് പ്രൈസ് പുതിയ ഹൈ വരാൻ ചാൻസ് ഉള്ളത് XRP ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും XRP ആണ്, കണ്ടോ. മറ്റുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പുതിയ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയത് XRP ആണ്. അതുകൊണ്ട് 5 USD വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 10 USD വരെ പോകുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 10 USD വരെ പോകും. കാരണം 5 USD പോകുമെന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല. പിന്നെയാണ് ഇനി 10 USD. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവറേജ് സെൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മാർക്കറ്റ് കണ്ടീഷനും ക്യാപിറ്റലും മൈൻഡ് സെറ്റും അനുസരിച്ച് മാത്രം ചെയ്യുക. പക്ഷേ സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ലെവൽ വരെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ADA അല്ലെങ്കിൽ കാർഡിനോ എന്ന് പറയുന്ന പ്രോജക്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.50 0.
60 ഒക്കെ വരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.93 വരെ നമ്മുടെ കാർഡിനോ വീണ്ടും ഹൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എതീരിയം ക്ലാസിക് 14 USD വന്ന ടൈം, 15 USD വന്ന ടൈം വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ. ഏകദേശം 26 USD വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് ബി എൻ ബി എന്ന് പറഞ്ഞ ഏകദേശം 811 USD വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ച് ലോഞ്ച് ആയ ടൈം, BNB ഒക്കെ ലോഞ്ച് ആയ ടൈം, നമ്മുടെ BNB എന്ന് പറഞ്ഞ 25 USD ഉണ്ടായിരുന്ന ടൈം ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ BNB ബൈ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു BNB എങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക, ഏകദേശം 810 USD വരെ നമ്മുടെ BNB പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഷിബയൊക്കെ അവസാനം 1000 ആണ്, USDT മാർക്കറ്റിലാണ്. ഷിബ 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ മാത്രമായിട്ട് ഷിബ വന്നിട്ട് ബൈ ചെയ്യരുത്. നിങ്ങൾ പല പ്രോജക്റ്റും ബൈ ചെയ്ത പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഷിബ ഉൾപ്പെടുത്തുക, 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും. ഇനി അടുത്ത് FTT ടോക്കൺ എൻ്റെ അടുത്ത് പലരും കേട്ടിട്ടുണ്ടായിരുന്നു FTT ടോക്കൺ വീണ്ടും ബൈ ചെയ്യണമെന്ന്. FTX എക്സ്ചേഞ്ച് ഉറപ്പായിട്ടും വീണ്ടും റീലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ FTT പെട്ടെന്ന് പ്രൈസ് ഹൈയിലോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സാമിനെ വെളിയിൽ വിടും എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തോ വന്നു. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ടാണ് പോസിറ്റീവായിട്ട് പെട്ടെന്ന് നമ്മുടെ FTX ടോക്കൺ പെട്ടെന്ന് ഹൈയിലോട്ട് പോയത്. ഇനി സാമെങ്ങാനും നാളെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഇത് FTX ടോക്കൺ ഇപ്പോഴും നല്ല രീതിയിൽ ഹൈപ്പ് ഉള്ളതിന് കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ബൈനാൻസയുടെ കയ്യിൽ ധാരാളം FTT ടോക്കൺ, അതായത് FTX ടോക്കൺ ഉണ്ട്. അതുകൊണ്ടാണ് FTX ടോക്കൺ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബൈനാൻസ് അത് കൂടുതൽ സെല്ല് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും FTX ടോക്കൺ എന്ന് പറയുന്ന ഡൗണിലോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത് ഡോജിയൊക്കെ ഏകദേശം 0.15 എന്ന ടൈം ഞാൻ വീണ്ടും പറഞ്ഞതാണ്, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. വീണ്ടും അത് ഏകദേശം 100% ഹൈ പോയി. ഡോജിയൊക്കെ നേരത്തെ പറഞ്ഞതാണ് 1 USD വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഡോജിയും ട്രോണും 1 USD ആണ് സെൽ ടാർഗറ്റ്, അതിന് മുകളിൽ പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് 11 USD 10 USD ഒക്കെ കൊണ്ടുവരുന്ന ടൈം ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഏകദേശം 20% വരെ 20 USD വരെ പോയിട്ടുണ്ട്. ആവറേജ് 80 to 90% വരെ മിക്കവർക്കും പ്രോഫിറ്റ് തന്നെയാണ്. ഇനി അൽഗോയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.16 അല്ലെങ്കിൽ 0.17 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഏകദേശം അൽഗയുടെ പ്രൈസ് 0.33 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ CSPR വലിയ രീതിയിൽ മൂവ് ആയിട്ടില്ല. ഇനി വെർജ് ഏകദേശം 0.004 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 0.003 നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാമെന്ന്, നല്ല രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. അയോട്ട 0.15 പറഞ്ഞതാണ്, ഏകദേശം 0.25 വരെ പോയിട്ട് ഇപ്പോൾ 0.20 ആണ് നിൽക്കുന്നത്. ഇനി BTCയുടെ പ്രൈസ് സ്റ്റേബിളായിട്ട് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയോട്ടയുടെ പ്രൈസ് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത് യുനി ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 4 USD പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. കാരണം ഏപ്രിൽ മെയ്യിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ അതുപോലെ തന്നെ എതീരിയവുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഏകദേശം 100% യുനിസാപ്പിൻ്റെ യുനി ടോക്കണും ഹൈ ആയിട്ടുണ്ട്. അടുത്ത് കേക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഏകദേശം 2 USD റേഞ്ച്, 1.5 USD റേഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യുക. അടുത്ത് CET ഏകദേശം 0.050 നിങ്ങൾക്ക് ഇപ്പോഴും ബൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ടോൺ ഏകദേശം 2.70 2.80 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3.60 പോയിട്ട് ഇപ്പോൾ 3.313 ആണ് നിൽക്കുന്നത്. അടുത്ത് സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത് ഏകദേശം നമ്മുടെ സൊളാനയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് സുയി തോന്നുന്നത്. അതുകൊണ്ട് 10 സുയി അല്ലെങ്കിൽ 100 സുയി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഏകദേശം $2 ഒക്കെ ഉണ്ടായിരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുയി നിങ്ങൾ ലോങ് ടൈം എന്ന രീതിയിൽ എന്തൊക്കെ വന്നാലും സുയി നിങ്ങൾ 100 USD ആവാതെ സെല്ല് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വന്നിരുന്നാലും നിങ്ങൾ 100 USD എന്ന് സുയി ആകുന്നോ അന്ന് മാത്രം സെല്ല് ചെയ്യുക. ഓക്കെ, ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് സുയി എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം ഒരു 100 എണ്ണം ബൈ ചെയ്തിട്ടുണ്ട്, 2 USD ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 USD ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റ് ആണ്. ആ രീതിയിലോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 100 USD വരെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ MXC ടോക്കൺ ആണ്. MXC ടോക്കൺ 0.80 1 USD ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നല്ല പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് ഏകദേശം MXC ടോക്കൺ എന്ന് പറയുന്നത്. പക്ഷേ MXC ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.18 ആണ്. ഓക്കെ, ഏകദേശം നല്ല രീതിയിൽ ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ 0.80 പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഹൈയിലോട്ട് പോയത് 5.85 ആണ്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് പോയിന്റിലാണ് നിൽക്കുന്നത്. ഉറപ്പായിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ റിവേഴ്സിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റ് പോകാം. പക്ഷേ MXC ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ HTX ടോക്കൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം USDT മാർക്കറ്റിൽ 1600 അവസാനം പറഞ്ഞത്. പിന്നെ ഗേറ്റ് ടോക്കണൊക്കെ 2 USD 3 USD ബൈ പറഞ്ഞതാണ്. ഏകദേശം 26 USD പോയിട്ട് ഇപ്പോൾ 17 USD ആണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ വീണ്ടും വേണമെങ്കിൽ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ ഗേറ്റ് ടോക്കണൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ 17 USD വന്നിട്ട് ഇപ്പോഴും പുതിയ ബൈ എന്ന് പറയുന്ന റിസ്ക് ആണ്. ഓക്കെ, ഇനി അടുത്ത് EOS ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം താല്പര്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ആൾട്ട് കോയിൻസിൽ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് വളരെ കൂടുതലാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടുതൽ റിസ്ക് ഉണ്ട്. അടുത്ത് ട്രോൺ എന്ന് പറയുന്നത് ഏകദേശം 0.33 ആയിട്ടുണ്ട്. ഏകദേശം 0.06 പറഞ്ഞതാണ് ട്രോൺ എന്ന് പറയുന്നത്. ഏകദേശം 0.44 പോയിട്ട് വീണ്ടും 0.22 എന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ബൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ലോങ് ടൈമിനാണെങ്കിൽ ബൈ ചെയ്യാം. പക്ഷെ 150% റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ബാറ്റ് 0.12 0.14 ഞാൻ ബാറ്റും സിലിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ഏകദേശം നമ്മുടെ 0.17 വരെ മാത്രമേ പോയിട്ടുള്ളൂ. ലോങ് ടൈം എന്ന രീതി മാത്രം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത് ഒരാൾ കേട്ട ഡൗട്ടാണ് കർവ് ഡാവ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈ കർവ് ഡാവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ അതിന് FTXുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. FTX കൊളാപ്സ് ആയതിനു ശേഷമാണ് ഞാൻ കർവ് ഡാവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് കൂടുതൽ പറയാത്തത്. റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. പക്ഷേ FTX എക്സ്ചേഞ്ച് തിരികെ വരികയാണെങ്കിൽ കർവ് ഡാവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ നല്ല രീതിയിൽ ബൂമാവാം. അതുകൊണ്ട് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. ഓക്കെ, മറ്റുള്ള പ്രോജക്റ്റ് എല്ലാം ബൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കർവ് ഡാവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ബൈ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധാരാളം പ്രോജക്റ്റ് ഇപ്പോൾ ആൾറെഡി നല്ലതായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സുയി നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഹെബ്ബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.15 0.20 0.10 വന്നാലും ഹെബ്ബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. 1 USD ആണ് സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ടോൺ കോയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് 100 USD ആവാതെ സെല്ല് ചെയ്യരുത്. ഓക്കെ, ടോൺ കോയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 50 USD ആവാതെ സെല്ല് ചെയ്യരുത്. ഇത് രണ്ടുമാണ് സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നിയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 2.69 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത് CRO 0.09 ബൈ പറഞ്ഞത്. 0.012 നിൽക്കുന്നത്. പിന്നെ അടുത്ത് മാറ്റിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റിക്കിൻ്റെ അകത്ത് അവരുടെ ഫൗണ്ടേഴ്സും തമ്മിൽ ഇന്റേണലായിട്ട് കുറേ പ്രശ്നമുണ്ട്. അതിൻ്റെ ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോളിഗൺ അവർ അപ്ഗ്രേഡ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ചെയിനിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വരും എന്നാണ് ന്യൂസ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവർ വീണ്ടും പെർഫോം നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ മാറ്റിക്ക് നേരത്തെയുള്ള അതേ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് വരേണ്ടതാണ്. പക്ഷേ 0.40 ഒക്കെ ആവറേജ് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 0.22 എന്ന രീതിയിലാണ് നമുക്ക് പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് എന്ന് പറയുന്ന പ്രോജക്റ്റ് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് KAS ഈ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം എന്ന രീതിയിൽ. ഏകദേശം നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി 68 പ്രോജക്റ്റോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്ക പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് തന്നെയാണ്. സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ തരുന്നത്, അല്ലാതെ എല്ലാ പ്രോജക്റ്റും ഒന്നും ഞാൻ പറയാറില്ല. ഓക്കെ, ഇനി അടുത്ത് ETHW വലിയ രീതി വേരിയേഷൻ വന്നിട്ടില്ല. ഇനി അടുത്ത് ഇസഡ് ക്യാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഓക്കെ, 39 USD ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 20 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ജുപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സൊളാനയുടെ ഡെക്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ജുപ്പിറ്റർ എന്ന് പറയുന്നത് സൊളാന ഹൈ എന്ന രീതിയിൽ നിങ്ങൾ സൊളാന 1000 USD പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജുപ്പിറ്ററിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ജുപ്പിറ്ററിൻ്റെ മാർക്കറ്റും അതുപോലെ തന്നെ അവരുടെ ടീമും ഇതേ ഒരു കണ്ടീഷനിൽ പെർഫോം ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം നല്ല രീതി ഹൈ ആവാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ് ജുപ്പിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ മൊത്തം പ്രോജക്റ്റ് ആൾട്ട് കോയിൻസും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. അതൊരു ബെസ്റ്റ് ആവറേജ് ടൈമാണ്. പിന്നെ ഡാഷ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ഡാഷ് 22 USD ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ 20 USD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഓക്കെ, അടുത്ത് CET നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിക്ക 0.11 ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. സിലിക്കയും ബാറ്റും. വെർജിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ബിഗ് ഗെറ്റിൻ്റെ പ്രോജക്റ്റ് വലിയ രീതിയിൽ മൂവ് ആയിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു 2 അല്ലെങ്കിൽ 3 ഞാൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് സെം എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. സെം അല്ലെങ്കിൽ നെം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം നല്ല രീതിയിൽ ചിലപ്പം പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ലോങ് ടൈം എന്ന രീതിയിൽ മാത്രം ഹോൾഡ് ചെയ്യുക. സെം അല്ലെങ്കിൽ നെം എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഡിഗിബൈറ്റും സെമ്മും ഞാൻ എപ്പോഴും പറയുന്ന ഒരുമിച്ചാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി മാർക്കറ്റിൽ വന്നിട്ട് ഇനി ബിഗിനറായിട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ടൈമുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിനും റിട്ടേൺ എടുക്കുന്നതിനും ഒരു ടൈമുണ്ട്. ആ ടൈം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊരു ടൈമുണ്ട്, സെല്ല് ചെയ്യുന്നതിനൊരു ടൈമുണ്ട്, ടാർഗറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ് നല്ല പ്രോജക്റ്റ്, ഈ 3 കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാം. റിസ്ക് വളരെ കുറവാണ്. അല്ലാതെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഫണ്ട് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മീഡിയാസിലെല്ലാം നല്ല രീതിയിൽ തന്നെ പല ന്യൂസും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല 2-3 പ്രോജക്റ്റിൽ പോയിട്ട് ഫുൾ എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് മിക്കവർക്കും നഷ്ടം വരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ എൻ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ പമ്പ് ആവുന്ന ടൈം, അതായത് നമ്മുടെ ബിറ്റ് കോയിൻ ആവട്ടെ ആൾട്ട് കോയിൻസ് പമ്പ് ആവുന്ന ടൈം കൂടുതൽ വീഡിയോ ചെയ്യാറില്ല. ഓക്കെ, അതായത് ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. എന്നാൽ പമ്പ് ആവാത്ത ടൈം എന്ന് പറയുന്നത് കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യും. അതായത് ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആയിട്ട് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് എനിക്കൊരു പ്രോജക്റ്റ് കൺവീനിയൻസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു ലെവലിലായിരിക്കും ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നത്. കാരണം ആ ഒരു ടൈമാണ് നമ്മൾ ആക്ച്വലി ബൈ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് മിസ്സാവുന്നതിന് തുല്യമാണ്. കാരണം റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഹൈ ആവുന്ന ടൈം വീഡിയോ ചെയ്യാത്തത്. ലോ ആകുന്ന ടൈം, ഇനി മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷിലോട്ട് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ പറ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഹൈ ആകുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വീഡിയോ അധികം ചെയ്യാറില്ല. ടെലിഗ്രാമിലാണ് കൂടുതലും മെസ്സേജ് അപ്ഡേറ്റും ചെയ്യുന്നത്. ഓക്കെ,